ഉണ്ട്. മുഹമ്മ ജംഗ്ഷനിലേക്ക് ആലപ്പുഴയ്ക്ക് വരുന്ന ബസ്സാണിത്. കോതമംഗലം, അടിമാലി, ആനച്ചാൽ വഴി പോകുന്ന ബസ്സാണിത്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ്. മുഹമ്മയിൽ നിന്നും ഞാൻ കോട്ടയത്തിന് പോവുകയാണ്. കോട്ടയത്തിന് പോകുന്നത് കുമരകം വഴിയാണ് പോകുന്നത്. കുമരകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് മുഹമ്മയിൽ നിന്നും ബോട്ടുണ്ട്. ബോട്ടിന് ഏകദേശം ഒരു 45 മിനിറ്റ്, 3/4 മണിക്കൂറാണ് അങ്ങോട്ടുള്ള യാത്ര വരുന്നത്. അവിടെ ചെന്ന് കുമരകം വരെ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുഹമ്മയിലെ ഈ സ്ഥലം, ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബോട്ട് ഡീറ്റെയിലേക്ക് പോകാം. അവിടെ നിന്ന് ബോട്ടിന് കുമരകത്തേക്ക് പോകാം. ഈ കാണുന്ന ഒരു കുരിശടി കണ്ടോ? ഈ കുരിശടി മുഹമ്മയുടെ എനിക്ക് തോന്നുന്നു ഒരു 10, 70, 80 വർഷമായിട്ടുണ്ട് ഈ കുരിശടി ഇവിടെ ആയിട്ട്. വളരെ നല്ല രീതിയിൽ മുഹമ്മയിൽ വരുന്നവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു കുരിശടിയാണത്. ഇതിനു മുമ്പ് മുഹമ്മയിൽ പോയിട്ടുള്ളവരോട് മുഹമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ ജംഗ്ഷനിലേക്ക് കാണുന്ന ഈ കുരിശടിയാണ്. ഇവിടെ താഴത്തത് സെബസ്ത്യാൻസ് പുണ്യാളച്ചനാണ്. ഇവിടെ താഴെ ഇരിക്കുന്നത് കുരിശടിയുടെ താഴത്ത്. ഇങ്ങനെ അങ്ങ് പോയെന്നാൽ നല്ല ഹൈറ്റിലാണ് ഇത് പണിതേക്കുന്നത്. മുഹമ്മ ഈ കാണുന്നത് മുഹമ്മയിൽ നിന്നും ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡാണ് ഈ റോഡ്. ഞാൻ വന്നത് ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. ഇത് നേരെ പോവുകയാണെങ്കിൽ ഇതിലെ പോകുന്നത് നേരെ തണ്ണീർമുക്കം വഴി വൈക്കം അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഉണ്ട്. മുഹമ്മ ജംഗ്ഷനിലേക്ക് ആലപ്പുഴയ്ക്ക് വരുന്ന ബസ്സാണിത്. ആലപ്പുഴ, ഇത് ചേർത്തലയിൽ നിന്ന് വരുന്ന ബസ്സാണിത്, പ്രൈവറ്റ് ബസ്. ഇവിടെ എല്ലാ ബസ്സും ഈ നേരെ കാണുന്ന ബസ് സ്റ്റാൻഡിൽ വന്ന് യാത്ര അവസാനിപ്പിക്കും. ഈ കാണുന്നതുണ്ടോ? ഇത് ആലപ്പുഴയ്ക്ക് വരുന്ന ബസ്സാണ്. ഇതാണ് മുഹമ്മ ബസ് സ്റ്റാൻഡ്. വലിയ സ്റ്റാൻഡൊന്നുമല്ല, എന്നാലും ഇതൊരു ചെറിയ പഞ്ചായത്താണ്. അവിടെയുള്ള ഒരു ചെറിയ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് മൂന്നാർ ബസ്സുണ്ട് കേട്ടോ. മൂന്നാർ, ഈ പോകുന്ന മൂന്നാർ ബസ്സാണ്. കണ്ടോ? മൂന്നാർ, കോതമംഗലം, അടിമാലി, ആനച്ചാൽ വഴി പോകുന്ന ബസ്സാണിത്. മുഹമ്മയിൽ അധികം സമയം ബസ് വെയിറ്റ് ചെയ്യത്തില്ല. ബസ് പുറപ്പെട്ടു. 2 മിനിറ്റ് 3 മിനിറ്റ് ബസ് ഉള്ളൂ. ഉണ്ടോ? ഇവിടെ വന്നാൽ ധാരാളം ഓട്ടോറിക്ഷ ഉണ്ട്. മുഹമ്മയിൽ വന്ന ഓട്ടോറിക്ഷ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ വന്ന പല സ്ഥലങ്ങളിലേക്ക് ഓട്ടോ സർവീസ് ഉണ്ട്. നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനാണ് നിൽക്കുന്നത്, അല്ലേ ചേട്ടാ? ഓക്കെ, നമുക്കിനി ബോട്ട് ജെട്ടിലേക്ക് നടന്നു പോകാം. നമ്മൾ മുഹമ്മ ബോട്ട് ജെട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കിവിടെ ഒരു പള്ളിയുണ്ട്. ഈ കാണുന്നതാണ് ആ പള്ളി, മുഹമ്മ പള്ളി. മുഹമ്മ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയാണിത് കേട്ടോ. ഇതാണ് മുഹമ്മ ഫൊറോന പള്ളി. രാവിലെ കുർബാന നടക്കുകയാണ് ഈ സമയത്ത്. സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് ഉണ്ടോ? ഇവിടെ ഒരു കുരിശുണ്ട് വാതിക്കൽ. കാണുന്നതാണ് ആ പള്ളി. ഈ ബോട്ട് ജെട്ടി തന്നെയാണ് ഈ പള്ളി വരുന്നത്. ഇവിടുന്ന് ഏകദേശം അല്പം ദൂരമേ ഉള്ളൂ. എനിക്ക് ഒരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ ബോട്ട് ജെട്ടിലേക്ക്. ഇവിടെ നിന്നും അരമണിക്കൂർ ഇടവിട്ട് കുമരകത്തിന് ബോട്ടുണ്ടെന്ന് അറിഞ്ഞത്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇപ്പോൾ ബോട്ട് വരുമായിരിക്കും. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. ഇവിടെ ഒരു കോൺവെന്റ് ഉണ്ട് ഈ സൈഡിൽ. അതുകൂടാതെ ഈ മുഹമ്മയിലൊരു ഓഡിറ്റോറിയം ഉണ്ട്, ജോർജിയൻ ലേക്ക് വ്യൂ കൺവെൻഷൻ സെന്റർ. ഇവിടെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ ചെയ്യുവാണെങ്കിൽ, പ്രത്യേകിച്ച് വൈകുന്നേരമാണെങ്കിൽ നല്ല രസമായിരിക്കും. കാര്യം ഈ ഇവിടെ ലൊക്കേഷൻ നല്ല ഇതാണ്.
കായലിനോട് ചേർന്നുള്ള ഫുഡ് കൗണ്ടറൊക്കെ നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റും, മഴയൊന്നും ഇല്ലെങ്കിൽ. ഇതാണ് ആ കൺവെൻഷൻ സെൻറ്റർ. ഈ കാണുന്നത് നമ്മൾ കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഓഡിറ്റോറിയത്തിൻ്റെ കിഴക്കേ സൈഡിലത്തെ കാഴ്ചയാണ്. നമ്മൾ ബോട്ട് ജെട്ടിയിലായിട്ടുണ്ട്. ഇതാണ് ബോട്ട് ജെട്ടി. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ബോട്ട് വന്നു. ഇവിടെ ഉണ്ടോ, ഇത് കുമരകം പോകുന്ന ബോട്ടാണ്. കണ്ടോ, ബോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ജോലിക്കാർ അത് അടുപ്പിച്ച് തെങ്ങിൻ്റെ കുറ്റി ഇട്ടിട്ടുണ്ട്. ആ കുറ്റിയിൽ വലിച്ച് അടുപ്പിച്ച് കെട്ടിയതിന് ശേഷം യാത്രക്കാരെല്ലാം ഇറക്കി. അതിനുശേഷം ഇതിൽ 2 വീലറും കൊണ്ടുപോകുന്നുണ്ട്, സ്കൂട്ടർ കൊണ്ടുപോകുന്നത് കൊണ്ട് അതും ഇറക്കിയതിന് ശേഷമാണ് തിരികെ പോകാനുള്ള യാത്രക്കാരെ കയറ്റുന്നത്. ഈ കാണുന്നത് നമ്മുടെ 2 വീലർ കയറ്റുന്നതിനുള്ള ആ ഒരു ഇരുമ്പിൻ്റെ ഒരു തകിടുണ്ട്. ആ തകിട് ഇങ്ങനെ പൊക്കുകയും താത്തുകയും ചെയ്യുന്നു. അതൊരു ചെറിയ കപ്പി പോലൊരു സാധനം ഉപയോഗിച്ചാണ് അത് പൊക്കുകയും താത്തുകയും ചെയ്യുന്നത്. കണ്ടോ, അത് നേരെ താഴ്ന്നു വന്നിട്ടുണ്ട്. ഇനി അതിലൂടെ തന്നെയാണ് അകത്തുള്ള സ്കൂട്ടറുകളെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കും. ഏകദേശം 8 സ്കൂട്ടറാണ് ഒരു ബോട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ ഉള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കണ്ടോ, എന്ത് സ്പീഡിലാണ് ഇറക്കുന്നു നോക്കിയേ. ഇങ്ങോട്ട് വന്ന ആൾക്കാരെയും വാഹനവും എല്ലാം ഇറക്കി അതിന് ശേഷം കുമരകത്തേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ വണ്ടിയും കയറി ആൾക്കാരെല്ലാം കയറ്റി ഉടൻ തന്നെ ഈ ബോട്ട് പുറപ്പെടും. നമ്മുടെ ബോട്ട് പുറപ്പെട്ടു. ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 16 രൂപയാണ്. അതായത് നമ്മൾ സൈക്കിളോ സ്കൂട്ടറോ ഒക്കെ വെച്ച് കയറ്റുവാണെങ്കിൽ 25 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. 45 മിനിറ്റ് കൊണ്ടാണ് ഈ ബോട്ട് മുഹമ്മയിൽ നിന്നും കുമരകത്തെത്തുന്നത്. ഒരു ബോട്ട് കുമരകത്ത് നിന്ന് വിടുമ്പോൾ ഒരു ബോട്ട് മുഹമ്മയിൽ നിന്നും വിടും. അങ്ങനെ 2 ബോട്ടുകളാണ് ഈ സർവീസിലുള്ളത്. മുമ്പ് 3 ബോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ട് നടുക്കായലിൽ ചെല്ലുമ്പോഴാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നത് 2 ബോട്ടുകൾ തമ്മിൽ. ഉണ്ടോ, അവിടുന്ന് വിട്ട ബോട്ടാണ് ഈ കാണുന്നത്. ഈ ബോട്ട് മുഹമ്മയ്ക്ക് പോവുകയാണ്. നോക്കിയേ, എന്നാ ഭംഗിയാന്ന് നോക്കിയ ബോട്ട് പോകുന്നത് കാണാനായിട്ട്. നല്ല രസമുണ്ടല്ലേ. കുമരകവും മുഹമ്മയും 2 ജില്ലകളാണ്. മുഹമ്മ ജില്ല ആലപ്പുഴ ജില്ലയിലും കുമരകം കോട്ടയം ജില്ലയിലുമാണ്. കുമരകത്തെയും മുഹമ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ബോട്ട് സർവീസ് ഗ്രാമീണ ജീവിതത്തിൻ്റെയും യാത്രാ സംവിധാനങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ്. മീൻപിടുത്തക്കാർ, തൊഴിലാളികൾ, മറ്റ് യാത്രക്കാർ എല്ലാവരും തന്നെ കുറഞ്ഞ ചിലവിൽ ദിവസേനയുള്ള ഗതാഗത മാർഗം സാധ്യമാക്കുന്നത് ഇതുവഴിയാണ്. നമ്മുടെ ബോട്ട് കുമരകത്ത് എത്തിച്ചേർന്നു. കുമരകം കായലിൽ നിന്ന് ഒരു ഇടത്തോടുണ്ട്. ആ തോടിലേക്ക് കയറുന്ന ഭാഗമാണിത്. അവിടെ ഒരു കുരിശടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ കുരിശടി ഇവിടെ ഉണ്ട്. മുഹമ്മയിൽ നിന്ന് ബോട്ട് വിടുമ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ കുരിശടിയാണ്. ഇതിലൂടെ നേരെ കയറിയാൽ ഇടത്തോടിലൂടെ കയറി അങ്ങനെ കുമരകത്ത് ചെല്ലാൻ പറ്റും. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് ഈ തോട്ടിലൂടെയുള്ള യാത്ര. എന്നാലാണ് കുമരകം ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരൂ. ഈ ജലപാതയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ദുരന്തപൂർണവുമായിട്ടുള്ള ഏട് 2002 ബോട്ട് ദുരന്തമാണ്. ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത്. അങ്ങനെ ബോട്ട് യാത്ര ആ തോട്ടിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ധാരാളം ഹൗസ് ബോട്ടുകൾ സൈഡിൽ കിടപ്പുണ്ട്. നമ്മുടെ ബോട്ട് കുമരകം ബോട്ട് ജെട്ടിലേക്ക് ചെന്നിട്ടിരിക്കുകയാണ്. നമ്മൾ മുഹമ്മയിൽ ചെന്നതുപോലെയല്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ ബോട്ട് ഇവിടെ തോട്ടിലൂടെ തിരിച്ചെന്നാൽ മാത്രമേ തിരികെ പോകാൻ പറ്റുള്ളൂ. മുഹമ്മയിൽ അതല്ലായിരുന്നു. ബോട്ട് ഇവിടെ വരുമ്പോൾ അത് അടുപ്പിക്കുന്ന ജോലിക്കാരുണ്ട്. ഒരു ബോട്ടിൽ 4 രീതിയിലുള്ള ജോലിക്കാരാണുള്ളത്. ഒന്ന് സ്രാങ്ക്, ഒന്ന് ഡ്രൈവർ, അടുത്തത് ലാസ്കർ, അടുത്ത കണ്ടക്ടർ. അങ്ങനെ 4 പോസ്റ്റാണ് ഒരു ബോട്ടിലുള്ളത്. ഈ ബോട്ട് മരക്കുറ്റിയിൽ അടുപ്പിച്ച് കെട്ടും. കണ്ടോ, ഇനി ആൾക്കാരെ എല്ലാം ഇറക്കി 2 വീലറും എല്ലാം ഇറക്കിയതിന് ശേഷം മാത്രമേ ഈ ബോട്ട് തിരിക്കുകയുള്ളൂ. ഈ കാണുന്നതാണ്, ഇതാണ് കുമരകം ബോട്ട് ജെട്ടിക്ക് മുകളിലുള്ള ഒരു പാലം. ആ പാലമാണ് കോട്ടയത്തേക്കും വടക്കോട്ട് പോകുന്ന ചീപ്പങ്കൽ, തണ്ണീർമുക്കം, വൈക്കം പോകുന്ന റൂട്ടിലൂടെയാണ് അത്. ഒരു ബോട്ട് തിരിക്കുകയാണ്. ബോട്ട് തിരിച്ചിടുക. കറക്റ്റ് വീതിയും നീളമാണ് തോടിൻ്റെയും
ബോട്ടിൻ്റെ ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഇവിടെ തിരിയാൻ പറ്റുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് ചേർത്തെടുക്കുന്ന കണ്ടോ. ഉണ്ടോ, അക്കരയിൽ നിന്ന് മുട്ടുന്നില്ല, കാരണം കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുമരകത്ത് വന്നാൽ ബോട്ട് തിരിക്കാതെ തിരിച്ച് മുഹമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു തോടാണ്, കായൽ പോലെ ഓടിച്ച് വീതിയുള്ള സ്ഥലത്തൂടി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ തിരിച്ചിട്ട് വേണം തിരിച്ച് മുഹമ്മയ്ക്ക് പോകാനായിട്ട്. തിരിഞ്ഞു വരുന്ന ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും തോന്നുന്നു തിരിഞ്ഞു വരാനായിട്ട്. വെള്ളം കുറവാണെങ്കിൽ ഇതിലെ ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തിരിക്കാനായിട്ട്. എങ്ങും മുട്ടാതെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഏകദേശം ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ട് നേരെ റിവേഴ്സ് എടുത്തെന്നാലേ അതിന് കറക്റ്റ് സ്ഥലത്ത് വരികയുള്ളൂ. ഇത് ബോട്ട് കെട്ടിയിടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ എത്തുകയുള്ളൂ. അടുപ്പിച്ച് കിട്ടുന്ന ലാസ്കർ എന്നാണ് അവർക്ക് പറയുന്നത്. അവരത് കെട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. മുൻപൊക്കെ ഈ ബോട്ടിൻ്റെ മുകളിൽ ഒരാളിരിക്കുമായിരുന്നു, ഒരു കൂടാരത്തിനകത്ത്. അതാണ് സ്രാങ്ക് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബോട്ടിൻ്റെ ഡ്രൈവർ നിയന്ത്രിക്കുന്ന ആൾ ബോട്ടിനകത്തായിരിക്കും, താഴെയായിരിക്കും. സ്രാങ്കാണ് മുകളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറയുകയും അവിടെ നിന്ന് മറ്റേ മണി അടിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ മണിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ താഴത്തിരുന്ന് ഡ്രൈവർ അതിൻ്റെ എൻജിൻ നിയന്ത്രിക്കും. ഇന്ന് പോകാനിപ്പോൾ ആൾ കുറവാണ്. കാര്യം ഈ കുമരകം നിന്ന് ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് കോട്ടയത്ത് നിന്ന് ബസ് സർവീസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ വഴി യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ബോട്ട് എടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് വരുമ്പോഴുള്ള ആ ഒരു കാഴ്ച. കുമരകം ബോട്ട് ജെട്ടിയിൽ നമുക്ക് അത്യാവശ്യം ഒരു വാഷ്റൂമും ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ആയിട്ട് വിശക്കുന്നുണ്ട്, രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും സൗകര്യം ഉണ്ടെന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് കോട്ടയത്തേക്ക് പോകാൻ വേണ്ടിയാണ്. കോട്ടയത്തേക്ക് പോയിട്ട് അവിടെ നിന്നും എനിക്ക് അവിടെ ചെന്നാലേ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ ഞാൻ കോട്ടയത്ത് ചെന്നിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം. മഴക്കാറുണ്ട്, മൂടലുണ്ട്, മഴ പെയ്യുമെന്നും അറിയത്തില്ല. എൻ്റെ പ്ലാൻ പൊളിയുമെന്നും അറിയത്തില്ല. കാര്യം ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം ഇന്ന് യാത്ര ചെയ്ത് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ആപ്പാടെ പാടായിരിക്കും. നമ്മുടെ ബോട്ട് പുറപ്പെടുകയാണ്. കണ്ടോ, താമസമില്ല. ഇവിടെ വന്നാൽ ഏകദേശം ഒരു തിരിക്കുന്നതോട് കൂട്ടി ഒരു 10-12 മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് ഉള്ളു. അതിനുശേഷം ബോട്ട് പുറപ്പെടും. കൃത്യ ടൈമിങ് തന്നെയാണ്. 40-45 മിനിറ്റാണ് ഈ ബോട്ടിൻ്റെ ദൈർഘ്യം വരുന്നത്. ആലപ്പുഴ കുമരകം, മുഹമ്മ കുമരകവും കുമരകത്ത് നിന്ന് മുഹമ്മയ്ക്കും. ബോട്ടിലെ ജോലിക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരായിരുന്നു. ബോട്ടിലെ ഡ്രൈവറും കണ്ടക്ടറും സ്രാങ്കും അങ്ങനെ എല്ലാവരും. അപ്പോൾ ഈ മുഹമ്മ കുമരകം യാത്രയുടെ വിശേഷം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.